കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ ടൗൺ സ്ക്വയറിൽ കുഴികൾ മൂടുകയുണ്ടായി. അപ്പോൾ കുറേ കോലാഹലങ്ങളും അതായത് പത്രക്കാരും പല പ്രശ്നങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥമായ അതിൻ്റെ പ്രശ്നങ്ങൾ? ടൗൺ സ്ക്വയറിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ കടന്നപ്പള്ളി എം.എൽ.എയുടെ ഒരു ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട്, അതായത് 90,90,000 രൂപയുടെ ഒരു പദ്ധതി അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പദ്ധതി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കണ്ണൂർ ടൗൺ സ്ക്വയറിലെ വാഹനം പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, നേരത്തെ നമ്മുടെ കേരള ടൂറിസം മന്ത്രി കൂടിയായിരുന്ന ശ്രീമാൻ കെ.സി. വേണുഗോപാലിൻ്റെ ആ കാലഘട്ടത്തിൽ ആ ടൗൺ സ്ക്വയർ വികസിപ്പിക്കുകയും അതിൻ്റെ സൗന്ദര്യവൽക്കരണം നടത്തുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അതിലൂടെ മാസ്റ്റർ പ്ലാനിലുള്ളൊരു കാര്യമാണ് അവിടെയുള്ള മുൻഭാഗത്ത് അവിടെ ഉല്ലസിക്കുന്നതിന് കാറ്റുകൊള്ളയിരുത്തുന്നവർക്കുള്ള ഒരു വാഹന പാർക്കിൻ്റെ ഒരു സ്ഥലമായിട്ടായിരുന്നു ആ സ്ഥലം നേരത്തെ ഉള്ളത്. അത് ഇന്നും അതിൻ്റെ പ്ലാനിൽ അത് തന്നെയാണ്. ആ പ്ലാൻ മാറ്റുള്ള അത് അധികാരം ആർക്കുമില്ല. ഇവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം.എൽ.എ. ആയ രാമേന്ദ്രൻ കടന്നപ്പള്ളി ഈ ഒരു പദ്ധതി അവിടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായും അതിൻ്റെ ആരംഭം കുറിച്ചത് എൻ്റെ ശ്രദ്ധപ്പെടുകയും ഞാൻ ആ സ്പോട്ടിൽ തന്നെ മന്ത്രിക്ക് തന്നെ നിവേദനം നൽകുകയും തുടർന്ന് അതിൻ്റെ വിവരമായി വെച്ച് അന്നത്തെ കലക്ടർക്ക് ഞാൻ നിവേദനം കൊടുക്കുകയുണ്ടായി. മൈതാനം നശിപ്പിച്ചുകൊണ്ട്, അതായത് ഒരു മൈതാനത്തിൻ്റെ മുഖ സൗന്ദര്യമാണ് ഓപ്പണായി കിടക്കുന്നത്. അത് നമുക്കറിയാം. മൈതാനം നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു മൈതാനം ഉണ്ടാക്കാൻ ആരും മെനക്കാടാറില്ല. അങ്ങനെ ആ മൈതാനം ഒരുപാട് നാമാവിശേഷമായി മുറിഞ്ഞ് നഷ്ടപ്പെട്ടതാണ്. ആ മൈതാനം നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ സംഭവിച്ചത്. അങ്ങനെ എൻ്റെ ആ നിവേദനത്തിലൂടെ മന്ത്രി അവിടെ താൽക്കാലം നിർത്തിവെച്ചെന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് 2 മാസം മുൻപേ മന്ത്രി വീണ്ടും ആ പദ്ധതിയായി മുന്നോട്ട് പോവുകയുണ്ടായിരുന്നു. അവിടെ ഞാനൊരു സുപ്രഭാതത്തിൽ കാണുന്നത് 20ഓളം കുഴികൾ ഈ മൈതാനത്ത് കുഴിച്ചിട്ടതായിട്ടാണ് കാണാൻ സാധിച്ചത്. സത്യത്തിൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം നമുക്കറിയാം, തുറന്നൊരു മൈതാനത്തിൻ്റെ പ്രസക്തി പോലും മനസ്സിലാക്കാത്ത മന്ത്രിയുടെ സ്ഥാനം, മന്ത്രി എന്ന് പറയുന്നത് പുരാവസ്തു ഉള്ള മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ചാർജിലൊരു മന്ത്രിയാണ്. പുരാവസ്തുവിൻ്റെ വകുപ്പുള്ളൊരു മന്ത്രി പുരാവസ്തുവായി നിലനിൽക്കുന്ന മൈതാനം നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര വേദന. നശിപ്പിക്കാൻ ശ്രമത്തിന് ആരംഭം കുറിച്ചത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മന്ത്രിക്ക് നിവേദനം കൊടുത്തപ്പോൾ മന്ത്രി ആ നിവേദനം വായിച്ചു നോക്കാൻ പോലും തയ്യാറാവാത്തത്. അദ്ദേഹം പറഞ്ഞത് വികസനം വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി തരണമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഞാൻ രാമേന്ദ്രനോട് പറഞ്ഞു, രാമേന്ദ്രേട്ടാ, ഈ വികസനം വേണ്ട എന്നൊന്നും നമ്മളെ സംബന്ധിച്ചോളം പറയുന്നില്ല. പക്ഷേ വികലമായ ഒരു വികസനം നമുക്ക് ആവശ്യമില്ല എന്നും ഞാൻ പറയുകയുണ്ടായി. പക്ഷേ അത് അദ്ദേഹം ചെവിക്കൊണ്ടില്ല എന്നുള്ള തെളിവാണ് 2 വർഷത്തിന് ശേഷം അദ്ദേഹം ആ മൈതാനത്ത് വീണ്ടും ഈ കുഴിയുമായിട്ട് മുന്നോട്ട് വന്നത്. 20ഓളം കുഴികൾ അവിടെ കുഴിച്ചതിനെ കാണുമോ? ഞാൻ ആ സ്പോട്ടിൽ തന്നെ എൻ്റെ വല്ലാതെ മനസ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ വേദനിച്ചു. ഞാൻ ആ സ്പോട്ടിൽ തന്നെ അതിനെതിരെ പോരാടി അന്നത്തെ കലക്ടർക്ക് ഞാൻ നിവേദനം കൊടുത്തു. അപ്പോൾ തന്നെ ഇത് മാധ്യമങ്ങളത് എന്താ പറയുന്നത്, വലിയ വാർത്തയായപ്പോൾ അന്നത്തെ കലക്ടർ ഈ നിവേദനം വാങ്ങി വെച്ചാലും ഒരു തരത്തിലും അത് നിർത്തിവെക്കണമൊന്നുമില്ല, പണി പൂർവാധികം വാശിയോട് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം കലക്ടറിൽ നിന്ന് യാതൊരു പ്രതികരണമില്ലാത്തപ്പോൾ, മന്ത്രിയിൽ നിന്ന് പ്രതികരണമില്ലാത്തപ്പോഴാണ് ഞാൻ ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനിലേക്ക് എൻ്റെ മറ്റൊരു നിവേദനമായി അവിടെ തന്നത്. ആദ്യമായി ഞാൻ നിവേദനത്തിന് മുമ്പേ ഇത്തരത്തിലൊരു നിർമ്മാണത്തിന് അനുമതി കൊടുത്തിട്ടുള്ളൊരു വിവരാശമായിരുന്നു കോർപ്പറേഷൻ കൊടുത്തത്. കോർപ്പറേഷന് കിട്ടിയ മറുപടി അങ്ങനെ നിർമ്മാണ അനുമതി കൊടുത്തിട്ടില്ല എന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ പിറ്റേ തന്നെ കോർപ്പറേഷൻ അങ്ങനെയാണെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കണം, ഇത് നമ്മുടെ കണ്ണൂരിൻ്റെ മുഖസൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു പദ്ധതിയാണ് നിർത്തിവെക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ഉടനെ അതിനെതിരെ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ആ പണി നിർത്തിപ്പിക്കുകയായിരുന്നു. സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത ഉടനെ തന്നെ പണി അവിടെ നിശ്ചലമായപ്പോൾ നാളിങ്ങോട്ട് 7 മാസമായിട്ട് ഈ പണി അവിടെ ഇങ്ങനെ ഈ ഗ്രൗണ്ട് അന്യാധീനപ്പെട്ടതുപോലെ അല്ലെങ്കിൽ അനാഥമാക്കപ്പെട്ട പോലെ അതങ്ങനെ കാട് കയറി കിടക്കേണ്ട സ്ഥിതി എത്തി. കാരണം കുഴികളൊരു ഭാഗത്ത് പൊളിച്ചു മാറ്റി ഇൻ്റർലോക്ക് ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ കുഴികളൊരു ഭാഗത്ത് മണ്ണൊരു ഭാഗത്ത്, അതിൻ്റെ കുട്ടികളുടെ ഒരു പാർക്കിൻ്റെ തൊട്ട് ബാക്കിൽ കിടക്കുക. അങ്ങനെ അതിൻ്റെ ഒരു ആദ്യ എൻട്രൻസായ ആ ഭാഗം അവിടെ ഗേറ്റ് അടച്ചിരിക്കുക. കുട്ടികൾക്ക് പാർക്കിൽ പോകാൻ പറ്റില്ല. ഈ കഴിഞ്ഞ മഴയത്ത് നമുക്കറിയാം, വെള്ളക്കെട്ട് നീർക്കുട്ടുള്ള സമയത്ത് ഒരാൾക്ക് പ്രവേശനമില്ല. മാത്രമല്ല ഈ മൈതാനത്ത് ഒരു വാഹനം നിർത്താൻ സാധ്യമല്ല.
ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ നേരത്തെ വേണുഗോപാലിൻ്റെ മാസ്റ്റർ പ്ലാനിട്ടുന്ന ആ പാർക്കിംഗ് അവിടെ പുനഃസ്ഥാപിക്കുന്നതിന് പകരം, നിലനിർത്തുന്നതിന് പകരം മന്ത്രി ചെയ്ത ഈ ഒരു കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് പിന്നെ എൻ്റെ പോരാട്ടം. അങ്ങനെ സ്റ്റോപ്പ് വന്നപ്പോൾ മന്ത്രിയുടെ പണി അവിടെ നിന്നു. ആ 7 മാസമായിട്ട് നിശ്ചലമായി. വീണ്ടും ഞാൻ അത് പുനഃസ്ഥാപിക്കാനുള്ള നിവേദനമായി കലക്ടറെ സമീപിച്ചു. അപ്പോൾ കൊടുക്കുന്ന നിവേദനങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടിയില്ല. അങ്ങനെയാണ് പഴയ കലക്ടർ പോലും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചപ്പോൾ പുതിയ കലക്ടർ വന്നപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിന് നിവേദനം കൊടുത്തപ്പോൾ കലക്ടറിൽ നിന്ന് വ്യക്തമായൊരു മറുപടി, ഞാൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു മറുപടി എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കലക്ടർ ചെയർമാനെ കൊണ്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഞാനൊരു നിവേദനം കൊടുക്കണ്ടേ. ആ നിവേദനത്തിൻ്റെ ഫലമായി അതുപോലെ തന്നെ ഈ കലക്ടർക്ക് വീണ്ടും ഞാനൊരു നിവേദനം കൊടുത്തതിൻ്റെ ഫലം പുനഃസ്ഥാപിക്കുന്നതിന് വെച്ച് അവിടെയും ഞാൻ വിവരാവശ്യം കൊടുത്തപ്പോൾ ആണ് ഈ കലക്ടർ മൂടാനുള്ളൊരു ആലോചിക്കുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ മിനിഞ്ഞാത്ത ദിവസം, അതായത് ആ ദിവസത്തിൽ ഞാനൊരു ആ ടൗൺ സ്ക്വയറിലേക്ക് ഞാനൊരു കേരള സംസ്ഥാന ഉപഭോക്തൃ കൗൺസിൽ എന്ന നിലയിൽ അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് നിലക്ക് എൻ്റെ സംഘടനയുടെ ഒരു പ്രതിഷേധമാണ് അറിയിക്കാൻ വേണ്ടി ഞാൻ പത്രത്തിലൂടെ പ്രതിഷേധ സമയം കുറിച്ചുകൊണ്ടുള്ള വാർത്തകൾ പത്രത്തിൽ വന്നു. അതിൻ്റെ ആ വിവരം ഞാൻ കലക്ടർക്കും കൊടുത്തു. അങ്ങനെ മിനിഞ്ഞാത്ത ദിവസം കലക്ടർ ആ വാർത്ത കണ്ടതിനെ തുടർന്ന് കലക്ടർ ഈ കുഴി മൂടാനുള്ള ഒരു മെസ്സേജ് രാത്രി ഞാൻ അതിന് മൂടാനുള്ള ഓർഡർ കൊടുത്തുകൊണ്ട് കലക്ടർ രാത്രി 10 മണിക്ക് എനിക്ക് എൻ്റെ ഫോണിലേക്ക് ഫോൺ സന്ദേശം വഴി അയക്കുക. ഞാൻ ഇതിൻ്റെ നിജസ്ഥിതി കാരണം വീണ്ടും ഞാൻ DTPC സമീപിച്ചു. അവിടെ അതിൻ്റെ ഉത്തരവാദപ്പെട്ടായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് 4 മണിക്ക് നിങ്ങളുടെ പ്രതിഷേധം ധർണ നടത്തുന്നതിന് മുൻപായി ആ കുഴി മൂടിയിരിക്കണമെന്ന് കലക്ടർ നിർദ്ദേശം കിട്ടുന്ന ഉറപ്പ് DTPC കിട്ടി. ഇത് കണ്ടുകൊണ്ട് ഞാൻ മൈതാനത്ത് വരുമ്പോൾ ഈ 2 JCB വരികയും അവിടെ കുഴികൾ നികത്തുന്നതായൊരു വളരെ സന്തോഷകരമായ കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സമരത്തിനിറങ്ങി തിരിച്ച് നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ലക്ഷ്യം ഈ കുഴി മൂടുകയാണ്, മൈതാനം പുനഃസ്ഥാപിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം, ഈ വരുന്ന സമയത്ത് ഓണാഘോഷത്തിൻ്റെ മെയിൻ സ്റ്റേജ് ഈ സ്ഥലത്താണ് കെട്ടാൻ ഞാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി തീരുമാനിച്ചത്. അപ്പോൾ അതിൽ പല ആളുകൾ അതിൻ്റെ കുഴികളും ഇതിനെക്കുറിച്ചുള്ള അവിടെയുള്ള മൈതാനത്തെ നിർമ്മാണത്തൊക്കെ കലക്ടർ ചോദിച്ചപ്പോൾ അതൊക്കെ ഓണത്തിന് മുമ്പ് നിർത്താമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഈ കുഴിയെക്കുറിച്ച് വളരെ സ്ട്രെസ് ചെയ്ത് കലക്ടർ ഉൾപ്പെടെ പറഞ്ഞില്ല. ഞാൻ അതിൽ മനസ്സിലാക്കിയത് ഈ കലക്ടർ നിർദ്ദേശപ്രകാരം PWDക്കാണ് നിർമ്മാണ ചുമതല. PW കൊടുത്ത സബ് കോൺട്രാക്ടർക്ക് ഒരു 5 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നാണ് പറഞ്ഞത്. 5 ലക്ഷം രൂപ നഷ്ടമുണ്ടാതെ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം ആ നഷ്ടം സ്വാഭാവികമായി കോൺട്രാക്ടർക്ക് കിട്ടുന്നതാണ്. പക്ഷേ ആരാണ് ഈ നഷ്ടത്തിന് കാരണക്കാർ? എൻ്റെ ചോദ്യം അവിടെയാണ് കിടക്കുന്നത്. ഞാനെന്തോ ഇതിനോടൊപ്പം തന്നെ ഞാൻ വിജിലൻസിൽ പരാതി കൊടുത്തിരുന്നു. കാരണം 1 കോടിക്ക് അടുപ്പിച്ച് വരുന്ന ഈ തുക ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ ഈ നിർമ്മാണത്തിന് കൊടുത്തത്, നിർമ്മാണം നേരെ വഴി അല്ലാണെങ്കിൽ ഒരു കാരണവശാലും കോർപ്പറേറ്റ് ഷോപ്പമ്മ കൊടുക്കാനും ഇവർക്ക് അത് ബാധകമല്ലാതാകുമായിരുന്നു. പക്ഷേ റോങ് വേയിലൂടെ പോയി എന്നുള്ള തെളിവാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ നഷ്ടക്കാരിൽ നിന്ന് ആരാണോ കാരണക്കാരൻ, കലക്ടറാണോ അല്ലെങ്കിൽ PW ആണോ കോൺട്രാക്ടറൊന്ന് അറിഞ്ഞുകൊണ്ട് അവരിന്ന് പൈസ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം. അപ്പോൾ വിജിലൻസ് ആ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അടുത്ത 2-3 ദിവസത്തെ ഞാൻ കുഴി മൂടുന്നതിന് മുൻപായിട്ട് നമ്മൾ വിവരം കണ്ടു കോൺട്രാക്ടർ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് അവരുടെ ഭാഗം, നമ്മളെ സംബന്ധിച്ചറിയില്ല. ഇനി എൻ്റെ സംബന്ധിച്ചുള്ള അടുത്ത പോരാട്ടം കുഴി മൂടിയ ഗ്രൗണ്ട് പുനഃസ്ഥാപിക്കുന്ന ധാരണയായി വളരെ കലക്ടർക്കും മേയർക്കും നമുക്ക് വളരെയധികം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിലൊന്നും എന്നെ സംബന്ധിച്ചോളം ഇനി മുന്നോട്ട് മറ്റൊന്നും ചിന്തിക്കേണ്ട. പക്ഷേ ഈ നഷ്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആരിൽ നിന്ന് ഈടാക്കും? അത് പൊതുജനങ്ങളുടെ ഫണ്ട് എടുത്ത് അമ്മാനമാടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും വലിയൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമിക നടപടിയാണ് കോർപ്പറേഷൻ ഒരു അനുമതി വാങ്ങുക. ആ അനുമതി വാങ്ങാത്ത ഏത് തരത്തിലാണ് അവർ ഇതിന് ഇറങ്ങിത്തിരിച്ചവർ കണ്ടതെന്നും ഞാൻ മനസ്സിലാക്കിയാണ്. ഇടയ്ക്ക് വെച്ച് ഈ അനുമതി ഷോപ്പ് മെമ്മോ കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു മറ്റൊരു രീതിയിലേക്ക് ഈ സമരത്തിൻ്റെ ഇതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഗതി മാറിയിരുന്നു. അത് ഞാനല്ല, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചില സംഘടനകൾ അതിൻ്റെ പിന്നാലെ പുറന്നൊന്നും കൊണ്ട് പത്രസമ്മേളനത്തൊക്കെ അവരെ വെളിപ്പെടുത്തിയതാണ്. ഞാൻ ആ വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം മൈതാനം പുനഃസ്ഥാപിക്കുക. ആ മൈതാനത്തിൻ്റെ അകത്ത് നമുക്ക് വേണ്ടുന്ന കാർ പാർക്കിംഗ് മസ്റ്റാണ്. അത് മാറ്റാൻ നേരത്തെയുള്ള പ്ലാനിൽ നിന്ന് മാറ്റാൻ അധികാരം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ മൈതാനത്ത് അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ആവശ്യമില്ല. കാരണം 2 ഓഡിറ്റോറിയങ്ങളെ മൈതാനത്തിൽ നിന്ന് പശു കയറിക്കിടന്ന് കാട് കയറിക്കിടക്കുന്ന ഒരു ഓഡിറ്റോറിയം നിലനിൽക്കെ ആ ഒരു പുതിയ
ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ പ്രസക്തി അവിടെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെതിരാണ് എൻ്റെ പോരാട്ടം. അത് ആദ്യഘട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇനി നഷ്ടകഷങ്ങളെക്കുറിച്ചും അതിൻ്റെ മൈതാനത്തിൻ്റെ തുടർന്നുള്ള മെയിൻ്റെനൻസും അത് കളക്ടർക്ക് ഞാൻ കൊടുത്ത നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പൂർവാധികം ശക്തിയോട് ഉറപ്പോടുകൂടി അതിൻ്റെ എന്താ പറയേണ്ടത് പിന്നെ നിലനിൽപ്പ് ആ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം ഇനിയുള്ള പ്രവർത്തനമെന്ന് അതിന് കളക്ടർ എനിക്ക് വാർത്ത തന്നിട്ടുണ്ട്. അത് ആ രീതിയിലാക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട കണ്ണൂർ കളക്ടറും ബഹുമാനപ്പെട്ട കണ്ണൂർ മേയറും തോളോട് ചേർന്നുകൊണ്ട് എടുത്ത നടപടി വളരെ ധീരോദാത്തമായ നടപടിയാണ്. അതിന് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചോളം അതിനിറങ്ങി തിരിച്ച ഞാനെന്നുള്ള നിലയിലുള്ള പ്രവർത്തനം നമ്മുടെ ആളുകളുടെ പിന്നെ ഒരു എന്താ പറയുക ഏറ്റവും നല്ല ഒരു അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് അവിടെ പണിയുന്നത് ജനങ്ങൾക്ക് ഇപ്പോഴും ഒരു നിശ്ചയമില്ല. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നു ശശികല ഇടപെട്ട് ജനങ്ങളുടെ ഈ ഒരു പാർക്കിംഗ് സംരംഭം ഒഴിവാക്കി എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് തികച്ചും ആ ജനങ്ങളുടെ ചോദ്യം സംശയം തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അങ്ങനെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. ഞാനിതൊന്നും ഇതിൻ്റെ അകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാർത്ഥ താല്പര്യമില്ലാത്ത കാര്യമാണിത്. ഞാൻ ഈ കഴിഞ്ഞ 2 വർഷം മന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിന് പുറമെ 7 മാസം പിറകെ പോയിട്ട് ഞാൻ ഒരു ദിവസം പോലെ ഉറങ്ങാത്ത രാത്രികളായിരുന്നു. അത് നിർത്തിവെക്കണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ആ പാർക്കിംഗ് അവിടെ നഷ്ടപ്പെടുമ്പോഴാണ് ഈ പറഞ്ഞ പല പരാതികൾ പറഞ്ഞ ജനങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. പാർക്കിങ്ങിൻ്റെ ഒരു പ്രസക്തി എന്താണ്? ഈ തിങ്ങ് നിറഞ്ഞ വാഹനം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ നഗരത്തിൽ വാഹനങ്ങളുടെ പെരുപ്പും നമ്മളെ സംബന്ധിച്ചോളം എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളവിടെ ഒരു പാർക്കിൽ അവിടെ വരുന്ന സംബന്ധിച്ച് വണ്ടി അവിടെ വെച്ച് നമ്മൾ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുവച്ചിട്ട് നടന്നു വരാനല്ലല്ലോ ഒരാൾ വണ്ടി വാങ്ങിക്കുന്നത്. എല്ലാ ആളുകളെ അവിടെ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല. എങ്കിലും ഒരു മിനിമം നമുക്കറിയാം, ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇത്ര വിടണമെന്ന നിയമമുണ്ട്, ഒരു സൈഡിൽ ഇത്ര വിടേണ്ട നിയമമുണ്ട്. ആ നിയമങ്ങളൊക്കെ ആർക്കാണ് അറിയാത്തത്? മന്ത്രിക്കറിയില്ല ആ നിയമങ്ങൾ. അങ്ങനെയുള്ള ഒരു എടുക്കുമ്പോൾ ആ നിയമം വയലേറ്റ് ചെയ്തിട്ടാണ് നിർമ്മിക്കുന്നത്. ജനങ്ങൾ പല രീതിയിലാണ്, ജനങ്ങളുടെ രാഷ്ട്രീയ വിഷൻ പല രീതിയിലാണ്, അത് പല രീതിയിലും അതിന് വ്യാഖ്യാനിക്കൊണ്ടും. അതുകൊണ്ടൊന്നും നമുക്ക് അത് പരിഹരിക്കാൻ പറ്റില്ല. കോമണായ വിഷയങ്ങളിലേക്ക് മാത്രമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രമേ നമുക്ക് പറയാനും പറ്റൂ. എല്ലാ കാര്യങ്ങളും എല്ലാവരും തൃപ്തിപ്പെടുത്തുകൊണ്ട് ഒരാൾക്കും ഒരു ഭരണകർത്താക്കൾക്കും സാധ്യമല്ല എന്ന് മന്ത്രി മനസ്സിലാക്കണം. മറ്റൊന്ന്, മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രിയാണ്. ഈ മൈതാനങ്ങളൊക്കെ പുരാരേഖയിൽ പെടുന്നു അല്ലേ? നമുക്കറിയാം, നമ്മുടെ പഴയതായിട്ട് എന്തുണ്ടോ, നമ്മുടെ കണ്ണൂർ കോട്ടമ്പലം നിലനിർത്താൻ എത്ര പാടുപെടുന്നു, അറക്കൽ കൊട്ടാരം നിലനിർത്താൻ നമ്മൾ എത്ര പാടുപെടുന്നു. അതൊക്കെ അത് തനിമ നിലനിർത്തേണ്ട ഒരു ആവശ്യം പുരാരേഖ പുരാവസ്തുവിലാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇത്തരത്തിലൊരു മൈതാനം നശിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, കണ്ണൂർ മൈതാനം സംബന്ധിച്ചോളം പോലീസ് ടർഫ് വന്ന് 40 സെൻറ്റിൽ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനം പോലീസ് മൈതാനം നഷ്ടപ്പെട്ടു. നമുക്ക് ഇപ്പോഴാ മൈതാനത്തിൻ്റെ മുഖം മുട്ടി. അത്തരത്തിലൊരു ടർഫ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എവിടെയാണ് സ്ഥലമില്ലാത്തത്? ഈ മുൻഭാഗത്ത് തന്നെ വേണമായിരുന്നു. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എവിടെയാണ് വന്നത്? കണ്ണൂരിൻ്റെ ഹൃദയത്തിൽ മൈതാനം മുറിച്ചുകൊണ്ടാണ് വന്നത്. ഫോറൻസിലേക്ക് വന്നത് എവിടെയാണ്? മൈതാനം മുറിച്ചുകൊണ്ടാണ്. എത്ര കണക്കിന് സെൻറ്റ് സ്ഥലമാണ് ഫോറൻസിക് വേണ്ടി അവിടെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഗൗരിയമ്മ ഉള്ള സമയത്ത് KR ഗൗരിയമ്മയുടെ സമയത്താണ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ്റെ ആ സ്ഥലം മൈതാനത്തിൻ്റെ മുഖം മുറിച്ചെടുത്തത്. നമുക്കറിയാം, ഈ ഇടക്കാലത്ത് നമ്മുടെ മൈതാനത്ത് പലപ്പോഴും ഹെലികോപ്റ്റർ അത്യാവശ്യ വിജയിപ്പുകളായും ചിലപ്പോൾ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഇറങ്ങുന്നു. ഈ മൈതാനമില്ലായിരുന്നെങ്കിൽ എവിടെയായിരുന്നു ഈ ഹെലികോപ്റ്റർ ഇറങ്ങുക? നമുക്കറിയാം, നമ്മൾ വളരെ പാരമ്പര്യമായി നിൽക്കുന്ന കണ്ണൂർ കോട്ടയിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവിടെയാണ് കേന്ദ്രീയ വിദ്യാലയം വന്നിട്ടുള്ളത്. ആർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? അതുകൊണ്ട് മൈതാനം നശിപ്പിക്കുന്നതിനുള്ള ഒരു പോരാട്ട മനസ്സാണ് എനിക്ക്. അതാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം വളരെ അഭിമാനമാണ് ഇത്തരത്തിലുള്ള കലക്ടർ തീരുമാനമെന്ന് വീണ്ടും ഞാൻ ജനങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.